Hi all, welcome back to the class. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ കേരള PSC എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ലെറ്റ്സ് ലേൺ കോമേഴ്സ് നൽകുന്ന രണ്ടാമത്തെ ടോപ്പിക് വൈസ് ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസിൻ്റെ ഓവർവ്യൂ ആണ്. ക്ലാസ്സുകൾ ഇതുവരെ കേൾക്കാത്ത ആളുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ്സുകൾ കേൾക്കുക, ക്ലാസ്സുകൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ പെയ്ഡ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള കോൺടാക്റ്റ് നമ്പറിൽ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ക്ലാസ്സിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ്. Accounting concepts. Accounting concepts are the assumptions on the basis of which financial statements are prepared. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസംഷൻസ് ആയിട്ട് വെക്കുന്ന കാര്യങ്ങളെയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് മീൻസ് ബോഡി ഓഫ് ഡോക്ട്രിൻസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ദ തിയറി ആൻഡ് പ്രൊസീജിയർ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ തിയറി അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബോഡി ഓഫ് ഡോക്ട്രിൻസ് ഉണ്ട്, ഒരുപാട് ഡോക്ട്രിൻസ് ഉണ്ട്. അതിനെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺലി നോൺ ആസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റഡ് ബൈ വേരിയസ് ഓർഗനൈസേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. മീൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം, കാലാകാലങ്ങളായിട്ട് ഓർഗനൈസേഷൻസ് അഡോപ്റ്റ് ചെയ്ത് വരുന്ന കോമൺ ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ വിളിക്കുന്നതാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അപ്പോൾ അവർക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അസംഷൻസ് ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ബോഡി ഓഫ് ഡോക്ട്രിൻസ് ആണ്. കോമൺലി അക്കൗണ്ടിങ് തിയറിൻ്റെയും പ്രൊസീജിയറിൻ്റെയും മുകളിൽ വരുന്ന ബോഡി ഓഫ് ഡോക്ട്രിൻസ് ആണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിട്ട് അക്കൗണ്ടിങ് അഡോപ്റ്റ് ചെയ്ത് വരുന്ന നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അക്കൗണ്ടിങ് കൺവെൻഷൻ കോൺസെപ്റ്റ്സും അക്കൗണ്ടിങ് കൺവെൻഷൻസും അല്ലെ ഇന്റർചേഞ്ചബിൾ യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്ന ബേസിക് പോയിന്റ്സ് ഓഫ് എഗ്രിമെന്റ്സ് എടുക്കാനാണ് ശ്രമിക്കുന്നത്. മീൻസ് ഇതിലെല്ലാം വരുന്ന ബേസിക് പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഓവർവ്യൂ ആക്കിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും ഇവിടെ പറയുന്നത്. First one, entity concept. Entity concept states that business enterprise is a separate identity apart from its owner. ബിസിനസ് എൻ്റർപ്രൈസിന് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ട് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അതിൻ്റെ ഓണറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇറ്റ് ഡിസ്റ്റിങ്ക്വിഷിംഗ് ദ അഫയേഴ്സ് ഓഫ് ബിസിനസ് ഫ്രം പേഴ്സണൽ അഫയേഴ്സ് ഓഫ് ദ ഓണർ. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഓണറിൻ്റെ പേഴ്സണൽ അഫയേഴ്സും ബിസിനസ്സിൻ്റെ അഫയേഴ്സും സെപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് പരസ്പരം ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് എൻറ്റിറ്റി കോൺസെപ്റ്റിൻ്റെ ബേസിസിലാണ്. ബേസിക് കോൺസെപ്റ്റ് ഈസ് അപ്ലൈഡ് ടു ഓൾ ഓർഗനൈസേഷൻ. ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് ആണ്. അപ്ലൈഡ് ടു ഓൾ ഓർഗനൈസേഷൻ, എല്ലാ ടൈപ്പ് ഓർഗനൈസേഷനും ഈ ഒരു കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെങ്കിലും എല്ലാ സ്ഥലത്തും എൻറ്റിറ്റി കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എൻറ്റിറ്റി കോൺസെപ്റ്റിൽ മീൻ ചെയ്യുന്ന ഇതാണ്: enterprise is liable to owner for capital investment made by the owner. മീൻസ് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓണർ ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഓർഗനൈസേഷന് ലയബിലിറ്റി ഉണ്ട്. ഓർഗനൈസേഷൻ്റെ ഡ്യൂട്ടിയാണ് ഈ ക്യാപിറ്റലിനെ എംപ്ലോയ് ചെയ്യിച്ചുകൊണ്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എൻറ്റിറ്റി കോൺസെപ്റ്റിൻ്റെ ബേസിസിലാണ്. നെക്സ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആണ്. ആസ് പെർ ദിസ് കോൺസെപ്റ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ റെക്കോർഡഡ്. ഈ കോൺസെപ്റ്റ് പ്രകാരം ഏത് ട്രാൻസാക്ഷനിലാണോ ഇൻ ടേംസ് ഓഫ് മണിയിൽ മെഷർ ചെയ്യാൻ കഴിയുന്നത് അത്തരം ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. The transaction, even if they affect the result of the business materially, are not recorded if they are not convertible in monetary terms. മീൻസ് ഏതെങ്കിലും ട്രാൻസാക്ഷൻ സംഭവിച്ചു, അത് ബിസിനസ്സിനെ മെറ്റീരിയലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൻ്റെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസ് ഒരിക്കലും അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിൻ്റെ എംപ്ലോയീസ് എന്ന് പറയുന്നത് അസറ്റ്സ് ആണ്. പക്ഷേ എംപ്ലോയീസിൻ്റെ വാല്യൂ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ കഴിയാത്തിടത്തോളം കാലം അതിനെ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മോണിറ്ററി ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിൻ്റെ പേരാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്നുള്ള കാര്യവും ഓർക്കുക.
നെക്സ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അരിത്തമാറ്റിക് ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോണിറ്ററി യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും യൂണിഫോം ആയിരിക്കണം. മീൻസ് ഇന്ത്യൻ റുപ്പിയിലാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യേണ്ടത് ഇന്ത്യൻ റുപ്പിയിലാണ്. യൂറോയിലാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും യൂറോയിൽ. ആ രീതിയിൽ ഒരു സിംഗിൾ മോണിറ്ററി യൂണിറ്റിൽ മാത്രമേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എൻറ്റിറ്റി കോൺസെപ്റ്റും മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റും ആണ് ആർ വ്യൂഡ് ആസ് ദ ബേസിക് കോൺസെപ്റ്റ് ഓൺ വിച്ച് ദ അതർ പ്രൊസീജിയറൽ കോൺസെപ്റ്റ്സ് ആർ ഹിഞ്ച്. ബാക്കിയുള്ള പ്രൊസീജിയറൽ കോൺസെപ്റ്റ്സ് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എൻറ്റിറ്റി കോൺസെപ്റ്റും മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റുമാണ്. Next one, periodicity concept. This is also called the concept of definite accounting period. Concept of definite accounting period എന്നും periodicity concept നെ പറയുന്നുണ്ട്. ആസ് പെർ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, നമുക്ക് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അതിൽ പറയുന്നത് എന്താണ്, ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷനും ഇൻഡെഫിനിറ്റ് ലൈഫുള്ള ഓർഗനൈസേഷൻസ് ആണ്. മീൻസ് നിയർ ഫ്യൂച്ചറിൽ അത് ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം, ലൈഫ് ടൈം കൂടുതലായിട്ടുള്ള എല്ലാ ഓർഗനൈസേഷൻ്റെയും പെർഫോമൻസിനെ മെഷർ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അപ്രൈസൽ നടത്തണമെങ്കിൽ, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണമെങ്കിലൊക്കെ ഒരു പീരീഡ് ആയിട്ട് അതിൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യേണ്ടി വരും. അങ്ങനെ പീരിയോഡിക്കലായിട്ട് പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പീരിയോഡിസിറ്റി പീരീഡ് വന്നിട്ടുള്ളത്. ജനറലി 1 year പീരീഡ് ഈസ് ടേക്കൺ അപ്പ് ഫോർ ദ പെർഫോമൻസ് മെഷർമെൻറ്റ് ആൻഡ് അപ്രൈസൽ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ജനറലി നമ്മൾ എടുക്കുന്നത് 1 yearൻ്റെ ഒരു അക്കൗണ്ടിങ് പീരീഡാണ്. ഇന്ത്യയിൽ അത് 1st April മുതൽ നെക്സ്റ്റ് ഇയറിലെ 31st March വരെയാണ്. നമുക്ക് പറയാം, അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ് ആഫ്റ്റർ എവറി പീരീഡ് ആൻഡ് നോട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ലൈഫ് ഓഫ് ദി എൻറ്റിറ്റി. ലൈഫ് ഓഫ് ദി എൻറ്റിറ്റി എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എല്ലാ പീരീഡിലേക്കുമാണ്. ഒരു പീരീഡിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ദിസ് കോൺസെപ്റ്റ് മേക്ക് ദ അക്കൗണ്ടിങ് സിസ്റ്റം വർക്കബിൾ ആൻഡ് ദ ടേം അക്രൂവൽ മീനിങ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് അക്രൂവൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മീനിങ് ആയി വരുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സിസ്റ്റം വർക്കബിൾ ആയി വരുന്നതും പീരിയോഡിസിറ്റി കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്. മീൻസ് അക്കൗണ്ടിന് ഇൻഡെഫിനിറ്റ് ടൈം ഫ്രെയിം കൊടുക്കുകയാണെങ്കിൽ ഒന്നും നമുക്ക് അക്രൂ ചെയ്യാനുണ്ടാവില്ല. ഒരു പീരീഡ് കൊടുക്കുന്നത് കൊണ്ടാണ് അക്രൂവൽ ഐറ്റംസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നത്. പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് ഫെസിലിറ്റേറ്റ് കമ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പയർ ചെയ്യാൻ, അതുപോലെ തന്നെ യൂണിഫോം ആൻഡ് കൺസിസ്റ്റൻറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, യൂണിഫോം ആയിട്ടുള്ളയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളയും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ്, മാച്ചിങ് പീരിയോഡിക് റവന്യൂ വിത്ത് എക്സ്പെൻസസ് ഫോർ ഗെറ്റിംഗ് കറക്റ്റ് റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസ് ഓപ്പറേഷൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പീരിയോഡിക് ആയിട്ട് വരുന്ന റവന്യൂവിനെയും എക്സ്പെൻസിനെയും മാച്ച് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, അക്രൂവൽ കോൺസെപ്റ്റ്. Under accrual concept, the effects of transactions and other events are recognized on mercantile basis. That means when they occur. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ് ഓരോ ട്രാൻസാക്ഷൻസും ഇവൻസും നടക്കുന്ന സമയത്ത് മെർക്കൻറ്റൈൽ ബേസിസിൽ വേണം അതിനെ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് പറയുന്നത്. മീൻസ് എപ്പോഴാണോ അത് ഒക്കർ ചെയ്യുന്നത് ആ ടൈമിൽ വേണം അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ. വെദർ എന്താണ്, ക്യാഷ് റിസീവ് ചെയ്താലും പേ ചെയ്താലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം, എപ്പോഴാണോ ഒക്കർ ചെയ്യുന്നത് ആ ടൈമിൽ തന്നെ അതിനെ റെക്കോർഡ് ചെയ്യണം. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ നമുക്ക് റവന്യൂ കോസ്റ്റ് എന്താണെന്ന് അറിയണം. അപ്പോൾ റവന്യൂവിൽ വരുന്ന എന്താണ്, റവന്യൂ ഇസ് ദ ഗ്രോസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ്, ക്യാഷിൻ്റെ ഇൻഫ്ലോ വരും. ആൻഡ് റിസീവബിൾസ്, ക്യാഷ് റിസീവ് ചെയ്യാനുള്ളത്, ഭാവിയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ വരും. ആൻഡ് അതർ കൺസിഡറേഷൻ അറൈസിങ് ഇൻ ദി കോഴ്സ് ഓഫ് ഓർഡിനറി ആക്ടിവിറ്റീസ്, ഓർഡിനറി ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാവുന്ന മറ്റുള്ള കൺസിഡറേഷൻസും റവന്യൂവിൽ വരും. അപ്പം റവന്യൂ മീൻസ് ജസ്റ്റ് ക്യാഷ് റിസീപ്റ്റ്സ് മാത്രമല്ല, അവിടെ റിസീവബിൾസും അതർ കൺസിഡറേഷനും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. നെക്സ്റ്റ്, എക്സ്പെൻസസിൽ ഇൻവോൾവ് ചെയ്യുന്ന എന്താണ്, കോസ്റ്റ് റിലേറ്റിംഗ് ടു ഓപ്പറേഷൻസ് ഓഫ് എൻ അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡിൽ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന കോസ്റ്റ്. അതുപോലെ തന്നെ ടു ദി റവന്യൂ ഏൺഡ് ഡ്യൂറിങ് ദ പീരീഡ്, ഈ പീരീഡിൽ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള കോസ്റ്റ്. ഓർ ദ ബെനിഫിറ്റ്സ് ഓഫ് വിച്ച് ഡു നോട്ട് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദാറ്റ് പീരീഡ്. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ആ കോസ്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് ആ ഇയറിന് പുറത്തേക്ക് പോകില്ല. മീൻസ് ആ ഇയർ കൊണ്ട് തന്നെ ആ ബെനിഫിറ്റ് അവസാനിക്കുമെങ്കിൽ അത്തരം കോസ്റ്റുകളെയാണ് എക്സ്പെൻസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അക്രൂവൽ കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്, റവന്യൂ ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും, മീൻസ് റവന്യൂ ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും അത് എപ്പോഴാണ് ഏൺ ചെയ്തത്, റവന്യൂ ആണെങ്കിൽ അത് എപ്പോഴാണ് ഏൺ ചെയ്തത്, കോസ്റ്റ് ആണെങ്കിൽ അത് എപ്പോഴാണ് ഇൻകർ ചെയ്തത്, ആ ടൈമിൽ അതിനെ റെക്കോർഡ് ചെയ്യണം. ക്യാഷ് റിസീവ് ചെയ്താലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ക്യാഷ് പേ ചെയ്താലും ഇല്ലെങ്കിലും അതിനെ അക്രൂവൽ ബേസിസിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. മീൻസ് ഒക്കർ ചെയ്തിട്ടുണ്ടോ അതിനെ റെക്കോർഡ് ചെയ്യണം.
നെക്സ്റ്റ് കോൺസെപ്റ്റ് മാച്ചിങ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് പ്രകാരം if any revenue is recognized, then the expenses related to earn that revenue should be recognized. ഏതെങ്കിലും രീതിയിലുള്ള റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ആ റവന്യൂവിൻ്റെ മുകളിൽ നമുക്ക് ഇൻകർ ആയിട്ടുള്ള എക്സ്പെൻസുകളെയും റെക്കഗ്നൈസ് ചെയ്യണം. മീൻസ് റവന്യൂ മസ്റ്റ് ബി മാച്ച്ഡ് വിത്ത് എക്സ്പെൻസസ്. റവന്യൂവും എക്സ്പെൻസും നമ്മൾ മാച്ച് ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് മാച്ചിങ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളത് അക്രൂവൽ കോൺസെപ്റ്റിനാണ്. അക്രൂവൽ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്? ഒക്കറൻസ് ഓഫ് എക്സ്പെൻസ് ആൻഡ് ഇൻകം ഡു നോട്ട് കോൺസെൻട്രേറ്റ് ഓൺ ആക്ച്വൽ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ്. ഇവിടെ എന്താണ്? കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ആക്ച്വൽ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോൻ്റെ ബേസിലല്ല, അക്രൂവൽ കോൺസെപ്റ്റിൻ്റെ ബേസിലാണുള്ളത്. സോ ഈ കോൺസെപ്റ്റ് അക്രൂവൽ കോൺസെപ്റ്റിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോൺസെപ്റ്റ് ആണെന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് എവറി എക്സ്പെൻസ് ഐഡൻറ്റിഫൈ എവറി ഇൻകം. അപ്പം എക്സ്പെൻസിനെ ഇൻകവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ എല്ലാ എക്സ്പെൻസുകളും ഇൻകവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. സം എക്സ്പെൻസസ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ റവന്യൂ ആൻഡ് സം ആർ ടൈം ബൗണ്ട്. ചില എക്സ്പെൻസുകൾ ഡയറക്ട്ലി റവന്യൂ റിലേറ്റ് ചെയ്തിരിക്കും, ചിലത് ടൈം ബൗണ്ട് ഉണ്ടായിരിക്കും. മീൻസ് സെല്ലിംഗ് എക്സ്പെൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി സെയിൽസുമായിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ റെൻറ്റ്, സാലറി ഒക്കെ ഒരു പീരീഡിലേക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ടൈം ബൗണ്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ റെൻറ്റ്, സാലറീസ് എക്സെട്ര ആർ റെക്കോർഡ് ഓൺ അക്രൂവൽ ബേസിസ് ഫോർ എ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ്. പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിലേക്കാണ് റെൻറ്റും സാലറിയും ഒക്കെ അക്രൂവൽ ബേസിസിലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം, അക്രൂവൽ, മാച്ചിങ് ആൻഡ് പീരിയോഡിസിറ്റി കോൺസെപ്റ്റ്സ് വർക്ക് ടുഗദർ ഫോർ ഇൻകം മെഷർമെൻറ്റ് ആൻഡ് റെക്കഗ്നേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. മീൻസ് അസറ്റ്സിനെയും ലയബിലിറ്റിനെയും റെക്കഗ്നൈസ് ചെയ്യാനും ഇൻകം മെഷർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണ് അക്രൂവൽ കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് എന്നിവ. Next concept, going concern concept. The financial statements are normally prepared on the assumption that an enterprise is a going concern and will continue in operation for a foreseeable future. എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്. മീൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യില്ല. അത് ഫോർസിബിൾ ഫ്യൂച്ചറിൽ മീൻസ് ഒരുപാട് ഫ്യൂച്ചറിൽ ഒരുപാട് കാലം അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള അസംഷനിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബിസിനസ് പ്രിപ്പയർ ചെയ്യുന്നത്. ദ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ഓഫ് ദ ബിസിനസ് എൻറ്റിറ്റീസ് ഡിപ്പെൻഡ് ഓൺ ദിസ് അസംഷൻ. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് വാല്യുവേഷൻ ഓഫ് അസറ്റിൻ്റെ വാല്യുവേഷൻ ഏത് അസംഷൻ്റെ ബേസിലാണത്? ബിസിനസ് എൻറ്റിറ്റി അസംഷനിലാണ്. മീൻസ് സപ്പോസ് നമുക്കൊരു മെഷീനറി ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെഷീനറിയുടെ ബുക്ക് വാല്യൂ മീൻസ് അക്വിസിഷൻ കോസ്റ്റ് 5 lakh ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ 5 lakh rupees ആയിരിക്കും ഷോ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ ഈ ഇയറിൽ തന്നെ ഈ ഒരു അസറ്റ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഈ 5 lakh rupees നമുക്ക് അസറ്റിൻ്റെ വാല്യൂ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്തായാലും ഉറപ്പായിട്ടും അതിനേക്കാൾ കുറവുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്. എന്നിരുന്നാൽ പോലും ബിസിനസ് ഇനിയും കണ്ടിന്യൂ ചെയ്യും, ഈ മെഷീനറിനെ കൊണ്ട് ഇനിയും ഉപകാരം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് 5 lakh തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല, ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അസറ്റിന് ഇപ്പോൾ റിയലൈസബിൾ വാല്യൂ എത്രയാണുള്ളത് അതായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ ബേസാണ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ബിസിനസ് എൻറ്റിറ്റി ചെയ്യുന്നത്. If going concern concept is taken, increase or decrease in the value of asset in short term run is ignored. Means going concern conceptൽ നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അസറ്റിൻ്റെ വാല്യൂവിൽ ഷോർട്ട് റണ്ണിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. The concept indicates that the assets are kept for generating benefits in future, not for immediate sale. ഈ കോൺസെപ്റ്റ് പ്രകാരം അസറ്റ്സ് എന്താണ്? അസറ്റ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഇൻകം അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നോട്ട് ഫോർ ഇമ്മീഡിയറ്റ് സെയിൽ. ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ദ കറണ്ട് ചേഞ്ച് ഇൻ ദ അസറ്റ് വാല്യൂ ഈസ് നോട്ട് റിയലൈസബിൾ ആൻഡ് സോ ഇറ്റ് ഷുഡ് നോട്ട് ബി കൗണ്ടഡ്. അപ്പോൾ ഈ ഒരു കറണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വിൽക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ കറണ്ട് ചേഞ്ച് അസറ്റിൻ്റെ വാല്യൂവിൽ കറണ്ട് ആയിട്ടുണ്ടാകുന്ന ചേഞ്ചസ് ഒരിക്കലും കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് കോൺസെപ്റ്റ്. By this concept, the value of an asset is to be determined on the basis of historical cost or acquisition cost. ഈ കോൺസെപ്റ്റ് പ്രകാരം അസറ്റിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ അക്വിസിഷൻ കോസ്റ്റിൻ്റെ ബേസിലായിരിക്കണം. മീൻസ് അസറ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് നമുക്ക് എത്ര എമൗണ്ട് ആണോ സ്പെൻഡ് ആയത് ആ ഒരു എമൗണ്ടിൻ്റെ ബേസിലായിരിക്കണം വാല്യുവേഷൻ, അസറ്റിൻ്റെ വാല്യുവേഷൻ നടത്തേണ്ടതെന്ന് പറയുന്ന കോൺസെപ്റ്റാണ്
കോസ്റ്റ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹൈലി ഒബ്ജക്റ്റീവ് ആണ്, ഫ്രീ ഫ്രം ഓൾ ബയാസ്. മീൻസ് എക്സാക്റ്റ് ഒരു അസറ്റിൻ്റെ കറണ്ട് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വാല്യൂ ചെയ്യുകയാണെങ്കിൽ അത് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബയാസ് ഇല്ലാത്ത ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കോസ്റ്റ് കോൺസെപ്റ്റ്. ഇവിടെ അക്വിസിഷൻ കോസ്റ്റ് ആണ് വാല്യുവേഷൻ ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ, റിയലൈസേഷൻ കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് ക്ലോസ്ലി ഫോളോ ദ കോസ്റ്റ് കോൺസെപ്റ്റ്. കോസ്റ്റ് കോൺസെപ്റ്റിനെ ഫോളോ ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. എനി ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് എൻ അസറ്റ് ഈസ് ടു ബി റെക്കോർഡഡ് ഓൺലി വെൻ ദ ബിസിനസ് റിയലൈസസ് ഇറ്റ്. മീൻസ് അസറ്റിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ അത് ബിസിനസ് എപ്പോൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, അത് ബിസിനസ്സിന് റിയലൈസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ്സിന് 5 lakh ഹിസ്റ്റോറിക്കൽ കോസ്റ്റുള്ള അസറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അത് മാർക്കറ്റിൽ ഇപ്പോൾ അതിൻ്റെ വാല്യൂ 15 lakh ആണ്. പക്ഷേ ഈ 15 lakh നമുക്ക് കിട്ടണമെങ്കിൽ അത് എന്ത് ചെയ്യണം, സെയിൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 15 lakh എപ്പോൾ മാത്രമേ മെറ്റീരിയലൈസ് ചെയ്ത് മീൻസ് റെക്കോർഡിൽ വരാൻ പാടുള്ളൂ, ആ ഒരു അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ 15 lakh ആയിട്ട് അസറ്റിനെ വാല്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇത് പറയുന്ന കോൺസെപ്റ്റാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. And thus the going concern, cost concept and realization concept gives the valuation criteria. Means assets ന്റെ valuation ഏത് ക്രൈറ്റീരിയയിൽ വേണം എന്ന് പറയുന്നത് ഈ 3 കോൺസെപ്റ്റ്സ് ആണ്, going concern, cost concept and realization concept. അങ്ങനെയാണെങ്കിൽ PSC ചോദിക്കുകയാണ് വാല്യുവേഷൻ ക്രൈറ്റീരിയയുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ വാല്യുവേഷൻ ക്രൈറ്റീരിയയുമായിട്ട് ബന്ധമില്ലാത്ത കോൺസെപ്റ്റ് ഏതാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഗോയിങ് കൺസേൺ, കോസ്റ്റ് കോൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ്, ഈ 3 വാല്യുവേഷൻ ക്രൈറ്റീരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. Next one, dual aspects concept. This concept is the core of double entry bookkeeping. Double entry system of bookkeeping ന്റെ core എന്നറിയപ്പെടുന്നത് dual aspect concept ആണ്. അപ്പോൾ dual aspect concept ൽ പറയുന്നതാണ് every transaction has two aspect. ബിസിനസ്സിൽ എന്ത് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിലും അവിടെ 2 aspects ഉണ്ടാവും എന്ന് പറയുന്നതാണ് dual aspect concept. അപ്പോൾ dual aspectന്റെ എഫക്ട്സ് നമുക്ക് ജസ്റ്റ് ട്രാൻസാക്ഷൻസ് വഴി ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വരുന്ന കാറ്റഗറി, ഇറ്റ് ഇൻക്രീസസ് വൺ അസറ്റ് ആൻഡ് ഡിക്രീസസ് വൺ അസറ്റ്. ചില ട്രാൻസാക്ഷൻസ് ഉണ്ടാവും അവിടെ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യും, അറ്റ് സെയിം ടൈമിൽ മറ്റൊരു അസറ്റിനെ അത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. മീൻസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു വിചാരിക്കുക. ക്യാഷിന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഗുഡ്സ് വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് എന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുകയും ഗുഡ്സ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അത്തരം ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഇറ്റ് ഇൻക്രീസസ് എൻ അസറ്റ് ആൻഡ് സൈമൾട്ടേനിയസ്ലി ഇൻക്രീസസ് ലയബിലിറ്റി. ചില ട്രാൻസാക്ഷൻസിൽ 2 എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യും, സൈമൾട്ടേനിയസ് സെയിം ടൈമിൽ എന്ത് ചെയ്യും, ലയബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. അത്തരം ട്രാൻസാക്ഷൻ ഒരു എക്സാമ്പിളാണ് ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് പറയുന്നത്. ഗുഡ്സ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗുഡ്സ് എന്ന അസറ്റ് മീൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗുഡ്സ് കിട്ടും, അതേ സെയിം ടൈമിൽ തന്നെ ക്യാഷ് കൊടുക്കാത്തത് കൊണ്ട് ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റിയും വരും. അപ്പം അസറ്റ് ഇൻക്രീസ് ചെയ്തു, സൈമൾട്ടേനിയസ്ലി ലയബിലിറ്റിയും ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ്, ഇറ്റ് ഡിക്രീസസ് വൺ അസറ്റ് ഇൻക്രീസസ് അതർ അസറ്റ്. ചില സമയത്ത് ചില അസറ്റിനെ ഡിക്രീസ് ചെയ്തുകൊണ്ട് ചില അസറ്റിനെ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ക്യാഷ് എന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും, ഗുഡ്സ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. ലാസ്റ്റ് വൺ എന്താ പറയുന്നത്, ഇറ്റ് ഡിക്രീസസ് വൺ അസറ്റ് ഡിക്രീസസ് എ ലയബിലിറ്റി. ചില സമയത്ത് ഒരു അസറ്റ് ഡിക്രീസ് ചെയ്യും, സെയിം ടൈമിൽ ലയബിലിറ്റിയും ഡിക്രീസ് ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് നമുക്കൊരു ഡെപ്റ്റർ ഉണ്ട്, നമുക്ക് ക്യാഷ് തരാനുള്ള ഡെപ്റ്റർ ഉണ്ട്, നമുക്ക് ക്യാഷ് പേ ചെയ്യാനുള്ള ക്രെഡിറ്ററും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെപ്റ്ററിന് മുകളിൽ ബിൽസ് റിസീവബിൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബിൽസ് റിസീവബിൾ ക്രെഡിറ്റർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്ററെ സെറ്റിൽ ചെയ്യാൻ കഴിയും. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, നമ്മളെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് കുറയും, സെയിം ടൈം ക്രെഡിറ്റർക്ക് അത് കൊടുത്തതുകൊണ്ട് തന്നെ ലയബിലിറ്റിയും കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള 2 എഫക്റ്റ് മീൻസ് ഇതിലും കൂടുതൽ ട്രാൻസാക്ഷൻസ് ഇനിയും പഠിക്കാനുണ്ട്. അങ്ങനെ 2 എഫക്റ്റ് എല്ലാ ട്രാൻസാക്ഷനും ഉണ്ടാവും എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. മീൻസ് അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി, അല്ലെങ്കിൽ ഇക്വിറ്റി ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്. ഈ ഇക്വേഷനിൽ നമുക്ക് പല രീതിയിൽ ഇക്വേഷൻസിനെ മാറ്റി എഴുതാം.
ഇത് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇപ്പം പറയുന്നില്ല. ജസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് പോവുക. നെക്സ്റ്റ് കോൺസെപ്റ്റ് കൺസർവേറ്റിസം. കൺസർവേറ്റിസം സ്റ്റേറ്റ്സ് ദാറ്റ് ദ അക്കൗണ്ടൻറ്റ് ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഇൻകം. കൺസർവേറ്റിസം പറയുന്ന ഇതാണ്, അക്കൗണ്ടൻറ്റ് ഒരിക്കലും ഇൻകത്തിന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഷുഡ് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. പക്ഷേ ഇൻകത്തിന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ലോസസ് ഉണ്ടാവും, അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ലോസസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും വേണം. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഗോൾഡൻ റൂൾ ഓഫ് കറണ്ട് അസറ്റ് വാല്യുവേഷൻ, മീൻസ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. മീൻസ് നമ്മൾ സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എല്ലാം വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ള ഫോമിലാണ്. ഏതാണോ കുറവ് അതിനെയാണ് എടുക്കുന്നത്. അപ്പോൾ കൺസർവേറ്റിസത്തിൻ്റെ ബേസിലാണ് ഈ ഒരു റൂള് വന്നിട്ടുള്ളത് എന്നുള്ള ഓർക്കുക. നെക്സ്റ്റ് വൺ കൺസിസ്റ്റൻസി ആണ്. ഇൻ ഓർഡർ ടു അച്ചീവ് കമ്പാരബിലിറ്റി, കമ്പയർ ചെയ്യണം, മീൻസ് ഡിഫറെൻറ്റ് പീരീഡിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ അക്കൗണ്ടിങ് പോളിസീസ് ആർ ഫോളോഡ് കൺസിസ്റ്റൻ്റ്ലി ഫ്രം വൺ പീരീഡ് ടു അനദർ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അതൊരിക്കലും ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അപ്ലിക്കബിൾ ആവുന്നത് എപ്പോഴാണ്? വെൻ ദ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ആർ ഈക്വലി ആക്സെപ്റ്റബിൾ. മീൻസ് ചില അക്കൗണ്ടിങ് പോളിസിയിൽ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആക്സെപ്റ്റബിൾ ആയിരിക്കും. ലൈക്ക് എന്താണ്? വാല്യുവേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ കേസിൽ നോക്കുക, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, അങ്ങനെ എല്ലാ മെത്തേഡ്സും ആക്സെപ്റ്റബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ ബിസിനസ് ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത് എല്ലാ ഇയറിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് ആയിരിക്കണം. അതേ കേസ് തന്നെയാണ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസിലും വരുന്നത്. ഏത് മെത്തേഡാണോ ഇൻവെൻട്രി വാല്യുവേഷന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ മെത്തേഡ് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പയർ ചെയ്യാനും കറക്റ്റ് റിസൾട്ട് ഷോ ചെയ്യാനും സാധിക്കുള്ളൂ. ലാസ്റ്റ് വൺ മെറ്റീരിയാലിറ്റി ആണ്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ആൻ എക്സംഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സംഷൻ ആയിട്ട് വരുന്നതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. ഫുൾ ഡിസ്ക്ലോഷറിൽ പറയുന്നത് എന്താണ്? എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും, മോണിറ്ററി ടേംസിൽ പറയുന്ന എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് ഫുൾ ഡിസ്ക്ലോഷറിൽ പറയുന്നത്. പക്ഷേ മെറ്റീരിയാലിറ്റിയിൽ പറയുന്നത് ഇതാണ്, ഓൾ ദ ഐറ്റംസ് ഹാവിങ് സിഗ്നിഫിക്കൻറ്റ് ഇക്കണോമിക് ഇഫക്റ്റ് ഓൺ ദ ബിസിനസ് ഓഫ് എൻ എൻ്റർപ്രൈസ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. മീൻസ് ഓർഗനൈസേഷൻ്റെ ഇക്കണോമിക് ഇഫക്റ്റിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. മീൻസ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളൊന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദ ടേം മെറ്റീരിയാലിറ്റി ഈസ് ദ സബ്ജക്റ്റീവ് ടേം. എപ്പോഴും മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന ടേം സബ്ജക്റ്റീവ് ടേം ആയിരിക്കും. കാരണം അത് ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ റെക്കോർഡ് ചെയ്യുന്നത് അയാളുടെ ജഡ്ജ്മെൻറ്റിനും കോമൺ സെൻസിനും അനുസരിച്ചായിരിക്കും ഐറ്റംസ് ഒഴിവാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് സ്റ്റേഷനറി പർച്ചേസ്ഡ്. ഓർഗനൈസേഷൻ പർച്ചേസ് ചെയ്യുന്ന സ്റ്റേഷനറി ഒരു ഇയറിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്തോളണമെന്നില്ല. പക്ഷേ സ്റ്റേഷനറി എന്ന് പറയുന്നത് എന്താണ്? 1 ഇയറിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് ആ ഇയറിലെ എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കും. ഇത്രയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷനിൽ പറയാനുള്ളത്. ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ദർ ആർ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് അറിയപ്പെടുന്നത് ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ എന്നീ 3 കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ.